Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once upon a time, പണ്ടൊരിക്കൽ there was ഉണ്ടായിരുന്നു a laborer എന്നാൽ കൂലിക്കാരൻ. പണ്ടൊരിക്കൽ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. who lived അദ്ദേഹം ജീവിച്ചിരുന്നത് in a small village ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. പണ്ടൊരിക്കൽ ഒരു ലേബറർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. എവറി ഡേ എല്ലാ ദിവസവും ഹീ വുഡ് ഡിഗ് അപ്പ് എന്നാൽ കിളയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ഹീ വുഡ് ഡിഗ് അപ്പ് അദ്ദേഹം കിളയ്ക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും. സോയിൽ എന്നാൽ നിലം, മണ്ണ്. അദ്ദേഹം എല്ലാ ദിവസവും മണ്ണ് കിളയ്ക്കാറുണ്ടായിരുന്നു. ലോഡ് ഇറ്റ് ഓൺ ടു ഹിസ് അദ്ദേഹം ഈ ഭാരം കയറ്റുമായിരുന്നു. അദ്ദേഹം ആ മണ്ണ് കിളച്ച് ഈ മണ്ണ് അദ്ദേഹം ആ കഴുതയുടെ പുറത്ത് വഹിക്കുമായിരുന്നു. ആൻഡ് സെൽ ഇറ്റ് അദ്ദേഹം കഴുതയുടെ പുറത്ത് ഈ മണ്ണ് കയറ്റി അദ്ദേഹം ചുമന്ന് അത് വിൽപ്പന നടത്തുമായിരുന്നു. വൺ ഡേ ഒരു ദിവസം വൈൽ ഡിഗ്ഗിങ് കിളയ്ക്കുന്നതിനിടയിൽ, വൈൽ എന്നാൽ അതിനിടയിൽ, വൈൽ ഡിഗ്ഗിങ് കുഴിക്കുന്നതിനിടയിൽ, ദ ലേബറർ ഫൗണ്ട് എ ലേബറർ ആ തൊഴിലാളി ഫൗണ്ട് കണ്ടെത്തി എ പ്രഷ്യസ് എന്നാൽ അമൂല്യമായ എന്നുള്ള അർത്ഥമാണ്, വിലയേറിയ, ഡയമണ്ട് ഇൻ ദ സോയിൽ അദ്ദേഹം ആ മണ്ണിൽ കിളയ്ക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു വിലയേറിയ ഒരു ഡയമണ്ട് കണ്ടെത്തി, വജ്രം കണ്ടെത്തി. ബട്ട് പക്ഷേ ഹി ഡിഡ്ന്റ് നോ ഇറ്റ്സ് വാല്യൂ പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ മൂല്യം അറിയില്ലായിരുന്നു. ഹി ഡിഡ്ന്റ് നോ എന്നാൽ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇറ്റ്സ് വാല്യൂ അതിൻ്റെ മൂല്യം, ആ വജ്രത്തിൻ്റെ മൂല്യം പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. സോ ഹി ടൈഡ് ഇറ്റ് അറൗണ്ട് ഹിസ് ആയതിനാൽ അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു, ആയതിനാൽ ഹി ടൈഡ് അദ്ദേഹം കെട്ടി ഇറ്റ് ആ വജ്രം കെട്ടി, എറൗണ്ട് ചുറ്റും, ഹിസ് ഡോങ്കി അദ്ദേഹത്തിന് കഴുതയുടെ കഴുത്തിന് ചുറ്റും അദ്ദേഹം അത് കെട്ടി. ഡോങ്കീസ് നെക്ക് കഴുതയുടെ കഴുത്തിൽ അദ്ദേഹം ആ വജ്രം കെട്ടി. വൺ ഡേ ഒരു ദിവസം, ആസ് എന്നാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥം, അതിനിടയിൽ, ആസ് ഹി വാസ് വാക്കിംഗ് അദ്ദേഹം നടക്കുകയായിരുന്നു. ത്രൂ ദ വില്ലേജ് ഗ്രാമത്തിലൂടെ അദ്ദേഹം ഒരു ദിവസം നടക്കുകയായിരുന്നു. അതിനിടയിൽ, ആ സമയത്ത്, വിത്ത് ഹിസ് ഡോങ്കി അദ്ദേഹത്തിൻ്റെ കഴുതയുമായിട്ട് അദ്ദേഹം ഒരു ദിവസം ഒരു ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു. അതിനിടയിൽ, എ വെൽത്തി മെർച്ചൻറ്റ് ഒരു വെൽത്തി എന്നാൽ ധനികനായിട്ടുള്ള ഒരു വ്യാപാരി, അദ്ദേഹം റാൻ എ സ്മോൾ ഗ്രോസറി ഷോപ്പ് ഒരു ഗ്രോസറി ഷോപ്പ് എന്നാൽ പലചരക്ക് കട. ആ ധനികനായിട്ടുള്ള ആ വ്യാപാരി ഒരു പലചരക്ക് കട നടത്തുകയാണ്. ആ വ്യാപാരിയെ നടത്തുന്ന വ്യാപാരിയെ അദ്ദേഹം കണ്ടു. ദ ഷൈനിങ് സ്റ്റോൺ എറൗണ്ട് അദ്ദേഹം കണ്ടു, ആ വ്യാപാരി കണ്ടു, ദ ഷൈനിങ് സ്റ്റോൺ ആ തിളങ്ങുന്ന വജ്രക്കല്ല് കണ്ടു. എറൗണ്ട് എന്നാൽ ചുറ്റിലും. എറൗണ്ട് ദ ഡോങ്കീസ് നെക്ക് ആ കഴുതയുടെ കഴുത്തിന് ചുറ്റിൽ ആ വജ്രം ആ വ്യാപാരി കണ്ടു. ഹി ആസ്ക്ഡ് അദ്ദേഹം ചോദിച്ചു, ദ ലേബറർ ആ കഴുതയുടെ ഉടമയായിട്ടുള്ള ആ ജോലിക്കാരനോട് ആ വ്യാപാരി ചോദിച്ചു, വാട്ട് ഈസ് ദ ഷൈനിങ് തിങ് ഈ തിളങ്ങുന്ന ഈ വസ്തു എന്താണ്? എറൗണ്ട് യുവർ ഡോങ്കീസ് നെക്ക് നിങ്ങളുടെ കഴുതയുടെ കഴുത്തിൽ തിളങ്ങുന്ന ഈ വസ്തു എന്താണ്? ദ ലേബറർ റിപ്ലൈഡ് ആ ജോലിക്കാരൻ മറുപടി പറഞ്ഞു, ഇറ്റ്സ് ജസ്റ്റ് എ ഷൈനി സ്റ്റോൺ ഇത് വെറും ഒരു തിളങ്ങുന്ന ഒരു കല്ല് മാത്രമാണ്. ദാറ്റ് ഐ ഫൗണ്ട് അത് ഞാൻ കണ്ടെത്തി, വൈൽ അതിനിടയിൽ, ഡിഗ്ഗിങ് കുഴിക്കുന്നതിനിടയിൽ, കിളയ്ക്കുന്നതിനിടയിൽ ഞാൻ കണ്ടെത്തിയ ഒരു വെറും കല്ല് മാത്രമാണത്, ഒരു തിളങ്ങുന്ന കല്ല് മാത്രമാണത്. ദ മെർച്ചൻറ്റ് ലൈക്ക് ദ സ്റ്റോൺ
ആ വ്യാപാരി ആ കല്ല് ഇഷ്ടപ്പെട്ടു. ആൻഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ലേബറർ. ബൈ എന്നാൽ വാങ്ങുക, അതിൻ്റെ പാസ്റ്റാണ് ബോട്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ആൻഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ലേബറർ. ആ ജോലിക്കാരൻ്റെ അടുക്കൽ നിന്നും, ആ കഴുതയുടെ ഉടമയിൽ നിന്നും അദ്ദേഹം അത് വാങ്ങി. ഫോർ 50 rupees. 50 രൂപ കൊടുത്ത് അദ്ദേഹം അത് വാങ്ങി. ദ മെർച്ചൻ്റ് ദെൻ ഹങ്. അതിനുശേഷം ആ വ്യാപാരി ഹങ് തൂക്കി. ദ സ്റ്റോൺ. ആ കല്ല് തൂക്കി. ഓൺ ഹിസ് ഷോപ്സ് വെയിങ് സ്കെയിൽ. അദ്ദേഹത്തിൻ്റെ കടയിലെ തൂക്കുന്ന ആ അളവുകോലിൽ അദ്ദേഹം അത് തൂക്കിയിട്ടു. വെയിങ് സ്കെയിൽ. വെയിങ് സ്കെയിൽ എന്നാൽ തൂക്കു യന്ത്രം, അളവ് തൂക്ക ഉപകരണം. അതിൽ അദ്ദേഹം അത് തൂക്കിയിട്ടു. എവ്രി വൺ. എല്ലാവരും. ഹൂ വിസിറ്റഡ്. സന്ദർശിച്ച, ആ കട സന്ദർശിച്ച എല്ലാവരും. അഡ്മയേർഡ് ദ ബ്യൂട്ടിഫുൾ. ആ മനോഹരമായിട്ടുള്ള ആ കട സന്ദർശിച്ച എല്ലാവരും അഡ്മയേർഡ്. അഡ്മയർ എന്നാൽ പുകഴ്ത്തുക. അഡ്മയേർഡ് പുകഴ്ത്തി. ദ ബ്യൂട്ടിഫുൾ സ്റ്റോൺ. ആ മനോഹരമായിട്ടുള്ള കല്ല് ആ കട സന്ദർശിച്ച എല്ലാവരും പുകഴ്ത്തി, അല്ലെങ്കിൽ വിസ്മയത്തോടെ കണ്ടു. ഇതൊക്കെയാണ് അർത്ഥം. അഡ്മയേർഡ്. സ്റ്റോൺ എന്നാൽ കല്ല്. ബ്യൂട്ടിഫുൾ സ്റ്റോൺ, മനോഹരമായിട്ടുള്ള കല്ല് എല്ലാവരും വിസ്മയത്തോടെ കണ്ടു. വൺ ഡേ. ഒരു ദിവസം. ജ്വല്ലർ. ജ്വല്ലർ എന്നാൽ ആഭരണ വ്യാപാരി. കെയിം വന്നു. ഒരു ദിവസം ഒരു രത്നവ്യാപാരി വന്നു. ടു ദ മെർച്ചൻ്റ് ഷോപ്പ്. ആ മർച്ചൻ്റിൻ്റെ, ആ വ്യാപാരിയുടെ കടയിലേക്ക് ഒരു ദിവസം ഒരു രത്നവ്യാപാരി വന്നു. വെൻ ഹി സോ. അദ്ദേഹം കണ്ടപ്പോൾ. ദ സ്റ്റോൺ ഹാങ്ങിങ്. ആ കല്ല് തൂങ്ങി നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടപ്പോൾ. ഫ്രം ദ സ്കെയിൽ. ആ തുലാസിൽ നിന്നും, ആ അളവ് തൂക്ക ഉപകരണത്തിൽ ആ കല്ല് അദ്ദേഹം തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടപ്പോൾ. ഹി റിയലൈസ്ഡ്. അദ്ദേഹത്തിന് ബോധ്യമായി, അദ്ദേഹത്തിന് മനസ്സിലായി. ഇറ്റ് വാസ് എ പ്രൈസ്ലെസ് ഡയമണ്ട്. അതൊരു വിലയേറിയ, വിലമതിക്കാനാവാത്ത ഒരു വജ്രമാണ്, ഒരു രത്നമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. പ്രൈസ്ലെസ് ഡയമണ്ട് എന്നാൽ വിലമതിക്കാനാവാത്ത രത്നം. ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു. ദ മെർച്ചൻ്റ്. ആ വ്യാപാരിയോട്, രത്നവ്യാപാരി ചോദിച്ചു. വാട്ട് ഈസ് ദിസ്. എന്താണിത്. ആൻഡ് വൈ ഈസ് ഇറ്റ് ഹാങ്ങിങ് ഹിയർ. എന്താണിത്, എന്തുകൊണ്ടാണ് ഇത് ഇവിടെ തൂക്കിയിട്ടിട്ടുള്ളത്. ദ മെർച്ചൻ്റ് റിപ്ലൈഡ്. ആ വ്യാപാരി മറുപടി പറഞ്ഞു. ഇറ്റ്സ് എ ഷൈനി സ്റ്റോൺ. ഇതൊരു തിളങ്ങുന്ന കല്ലാണ്. ദാറ്റ് ഐ ബോട്ട്. അത് ഞാൻ വാങ്ങി. ഫ്രം എ ലേബറർ. ഒരു ജോലിക്കാരൻ്റെ അടുക്കൽ നിന്നും ഞാൻ അത് വാങ്ങിയതാണ്. ഒരു ജോലിക്കാരൻ്റെ അടുക്കൽ നിന്നും ഞാൻ വാങ്ങിയ ഒരു തിളങ്ങുന്ന കല്ലാണത്. അദ്ദേഹം മറുപടി പറഞ്ഞു. ഫോർ 50 rupees. 50 രൂപക്ക് ഞാൻ വാങ്ങിയ ഒരു കല്ലാണത്. ദ ജ്വല്ലർ ദെൻ ആസ്ക്ഡ്. ശേഷം ആ രത്നവ്യാപാരി ചോദിച്ചു. വുഡ് യു ലൈക്ക് ടു സെൽ ഇറ്റ്. നിങ്ങൾ ഇത് വിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ. ടു മീ. എനിക്ക് വിൽക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ. ദ മെർച്ചൻ്റ് സെഡ്. ആ പലചരക്ക് വ്യാപാരി പറഞ്ഞു. ഇഫ് യു വാണ്ട് ഇറ്റ്. നിനക്ക് വേണമെങ്കിൽ. ഗിവ് മീ. എനിക്ക് നൽകൂ. നിനക്കിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് നൽകൂ. ഗിവ് മീ എന്നാൽ എനിക്ക് നൽകൂ. 100 rupees. 100 രൂപ എനിക്ക് നൽകൂ. ആൻഡ് ടേക്ക് ഇറ്റ്. എന്നിട്ട് ഇത് എടുക്കൂ. ആ പലചരക്ക് വ്യാപാരി രത്നവ്യാപാരിയോട് പറഞ്ഞു. ദ ജ്വല്ലർ ബീയിങ് സ്റ്റിഞ്ചി. രത്നവ്യാപാരി ബീയിങ് സ്റ്റിഞ്ചി. സ്റ്റിഞ്ചി എന്നാൽ പിശുക്കുള്ള എന്നുള്ള അർത്ഥമാണ്. ബീയിങ് എന്നാൽ ആയതിനാൽ, ആയിരിക്കുന്നതിനാൽ. ബീയിങ് സ്റ്റിഞ്ചി. ആ രത്നവ്യാപാരി പിശുക്കനായിരിക്കുന്നതിനാൽ. സെഡ് പറഞ്ഞു. അദ്ദേഹം പിശുക്കനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഐ ക്യാൻ ഗിവ് യു. എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും. 80 rupees. 80 രൂപ എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും. ഇഫ് യു അഗ്രി. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ. ഐ വിൽ ടേക്ക്. ഞാൻ എടുക്കും.
അതർവൈസ് അല്ലാത്ത പക്ഷം, നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ, ഐ വിൽ ലീവ്, ഞാൻ ഉപേക്ഷിക്കും, ഞാൻ വാങ്ങാതെ പോകും, അദ്ദേഹം പറഞ്ഞു. ബട്ട് പക്ഷേ, ദ മെർച്ചൻ്റ് ഇൻസിസ്റ്റഡ്. ഇൻസിസ്റ്റ് എന്നാൽ നിർബന്ധിക്കുക എന്നുള്ള അർത്ഥമാണ്, ശാഠ്യം പിടിക്കുക. പക്ഷേ ആ പലചരക്ക് കച്ചവടക്കാരൻ ശാഠ്യം പിടിച്ചു. ബട്ട് ദ മെർച്ചൻ്റ് ഇൻസിസ്റ്റഡ്. ആ കച്ചവടക്കാരൻ നിർബന്ധം പിടിച്ചു. ഓൺ ₹100. 100 രൂപ വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. ആൻഡ് ദ ജ്വല്ലർ ലെഫ്റ്റ്. അത് പറഞ്ഞപ്പോൾ ആ രത്നവ്യാപാരി അവിടം വിട്ടു പോയി. അദ്ദേഹം അത് വാങ്ങാതെ അത് ഉപേക്ഷിച്ചു. തിങ്കിങ്. ചിന്തിച്ചുകൊണ്ട്. ഹി വുഡ് റിട്ടേൺ. അദ്ദേഹം മടങ്ങി വന്നേക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അവിടം വിട്ടു പോയി. ദ നെക്സ്റ്റ് ഡേ ആൻഡ് ബൈ ഇറ്റ് ഫോർ. അത് അടുത്ത ദിവസം വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അവിടം വിട്ടു പോയി. ബൈ ഇറ്റ് ഫോർ. ബൈ ഇറ്റ് ഫോർ ₹90. 90 രൂപക്ക് അടുത്ത ദിവസം അത് വാങ്ങാമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അവിടം വിട്ടു പോയി. ദാറ്റ് ഈവനിങ്. അന്ന് ദിവസം വൈകുന്നേരം. അനദർ. മറ്റൊരു ജ്വല്ലർ. മറ്റൊരു രത്നവ്യാപാരി. പാസ്റ്റ്. ത്രൂ ദ പാസ്റ്റ്. കടന്നുപോയി. ത്രൂ. അതിലൂടെ. ത്രൂ ദ വില്ലേജ്. ഗ്രാമത്തിലൂടെ. ആ ഗ്രാമത്തിലൂടെ അന്നേ ദിവസം വൈകുന്നേരം മറ്റൊരു രത്നവ്യാപാരി കടന്നുപോയി. ഹിസ് കാർ ബ്രോക്ക് ഡൗൺ. അദ്ദേഹത്തിൻ്റെ കാർ കേടായി. സോ. ആയതിനാൽ. ഹി സ്റ്റോപ്ഡ്. അദ്ദേഹം നിർത്തി. അദ്ദേഹത്തിൻ്റെ കാർ കേടായതിനാൽ ഹി സ്റ്റോപ്ഡ്. അദ്ദേഹം നിർത്തി. ബൈ ദ മെർച്ചൻസ്. ആ കടവ്യാപാരിയുടെ, ആ പലചരക്ക് വ്യാപാരിയുടെ കടയുടെ അടുത്ത്. വെൻ. ആ സമയത്ത്. വെൻ ഹി സോ. അദ്ദേഹം കണ്ടപ്പോൾ. ദ ഡയമണ്ട് ഹാങ്ങിങ്. ആ വജ്രം തൂങ്ങിക്കിടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടപ്പോൾ. ഫ്രം ദ സ്കെയിൽ. ആ തുലാസിൽ നിന്നും അത് തൂങ്ങിക്കിടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടപ്പോൾ. ഹി ഇമ്മീഡിയറ്റ്ലി ഓഫേർഡ്. ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്. ഹി ഇമ്മീഡിയറ്റ്ലി ഓഫേർഡ്. അദ്ദേഹം പെട്ടെന്ന് വാഗ്ദാനം ചെയ്തു. 100 rupees. 100 രൂപ അദ്ദേഹം പെട്ടെന്ന് വാഗ്ദാനം ചെയ്തു. ആൻഡ് ബോട്ട് ദ ഡയമണ്ട് വിത്തൗട്ട്. ആൻഡ് ബോട്ട്. അദ്ദേഹം വാഗ്ദാനം ചെയ്ത് ബോട്ട് വാങ്ങി. ദ ഡയമണ്ട്. ആ വജ്രം വാങ്ങി. വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ. ഹെസിറ്റേഷൻ എന്നാൽ ശങ്ക. വിത്തൗട്ട് ഹെസിറ്റേഷൻ. ശങ്ക കൂടാതെ അദ്ദേഹം അത് പെട്ടെന്ന് വാങ്ങി. ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം. ദ ഫസ്റ്റ് ജ്വല്ലർ. ആദ്യം വന്ന രത്നവ്യാപാരി. കെയിം ബാക്ക്. തിരിച്ചു വന്നു. ആൻഡ് നോട്ടീസ്ഡ് ദാറ്റ്. അദ്ദേഹം ആ മുമ്പ് വന്ന രത്നവ്യാപാരി അങ്ങോട്ടേക്ക്, ആ കടയിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് അദ്ദേഹം നോട്ടീസ്ഡ് എന്നാൽ ശ്രദ്ധിച്ചു. ദാറ്റ്. എന്താണ് അദ്ദേഹം ശ്രദ്ധിച്ചത്? ദ ഡയമണ്ട് വാസ് ഗോൺ. ആ ഡയമണ്ട് അവിടെ കാണാനില്ലായിരുന്നു. അത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു. ദ മെർച്ചൻ്റ്. ആ പലചരക്ക് വ്യാപാരിയോട് ആ രത്നവ്യാപാരി ചോദിച്ചു. വേർ. എവിടെ. വേർ ഇറ്റ് വെൻറ്റ്. അത് എവിടെ പോയി. ആ വജ്രം, ആ ഡയമണ്ട്, അത് എവിടെ പോയി. ദ മെർച്ചൻ്റ് റിപ്ലൈഡ്. പലചരക്ക് വ്യാപാരി മറുപടി പറഞ്ഞു. ആഫ്റ്റർ യു ലെഫ്റ്റ്. നിങ്ങൾ പോയതിന് ശേഷം. അനദർ. മറ്റൊരു ജെന്റിൽമാൻ എന്നാൽ മാന്യവ്യക്തി. മറ്റൊരു മാന്യവ്യക്തി വന്ന്. കെയിം എന്നാൽ വന്നു. മറ്റൊരു മാന്യവ്യക്തി വന്നു. ആൻഡ് ബോട്ട്. അദ്ദേഹം വാങ്ങി. നിങ്ങൾ പോയതിന് ശേഷം മറ്റൊരു മാന്യനായ വ്യക്തി വന്നു. അത് വാങ്ങി. 100 rupees. 100 രൂപക്ക് മറ്റൊരു മാന്യനായ വ്യക്തി നിങ്ങൾ പോയതിന് ശേഷം വന്ന് അത് വാങ്ങി. ഹിയറിംഗ് ദിസ്. ഇത് കേട്ട്. ദ ജ്വല്ലർ. രത്നവ്യാപാരി. റിഗ്രറ്റഡ് ഹിസ് ഡിസിഷൻ ആൻഡ്. അദ്ദേഹം ദുഃഖിതനായി. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം ദുഃഖിതനായി. അദ്ദേഹം മുമ്പ് അത് വാങ്ങാതെ പോയി. അദ്ദേഹം അടുത്ത ദിവസം വന്ന് വാങ്ങാമെന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. ആ തീരുമാനത്തിൽ അദ്ദേഹം ദുഃഖിതനായി. റിഗ്രറ്റഡ് എന്നാൽ ദുഃഖിതനായി. ആൻഗ്രിലി സെഡ്. അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു. സെഡ് എന്നാൽ പറഞ്ഞു. ആൻഗ്രിലി സെഡ്. അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു. യു. നിങ്ങൾ.
ഫൂൾ വിഡ്ഢി. യു ഫൂൾ നിങ്ങൾ വിഡ്ഢിയാണ്. ദാറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ ഷൈനിങ് സ്റ്റോൺ. അതൊരു കേവലം ഒരു തിളങ്ങുന്ന കല്ല് മാത്രമായിരുന്നില്ല. ഷൈനി സ്റ്റോൺ എന്നാൽ തിളങ്ങുന്ന കല്ല്. അത് കേവലം ഒരു തിളങ്ങുന്ന കല്ല് മാത്രമായിരുന്നില്ല. ഇറ്റ് വാസ് എ പ്രൈസ്ലെസ് ഡയമണ്ട്. അതൊരു വിലമതിക്കാനാകാത്ത ഒരു വളരെയധികം വില കൂടിയ ഒരു വജ്രമായിരുന്നു. ആൻഡ് യു സോൾഡ് നിങ്ങൾ വിറ്റു. സോൾഡ് എന്നാൽ വിറ്റു. ഇത് നിങ്ങൾ വിറ്റു. ഫോർ ജസ്റ്റ് 100 റുപ്പീസ്. വെറും 100 രൂപക്ക് നിങ്ങൾ അത് വിറ്റു. ദ മെർച്ചൻ്റ് ലാഫ്ഡ് ആൻഡ് റിപ്ലൈഡ്. ആ പലചരക്ക് വ്യാപാരി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സാർ, ഐ ഡിഡിൻറ്റ് നോ. എനിക്ക് അറിയില്ലായിരുന്നു. ഇറ്റ് വാസ് എ പ്രൈസ്ലെസ് ഡയമണ്ട്. എനിക്ക് ഇതൊരു വിലയേറിയിട്ടുള്ള ഒരു വജ്രമായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ യു ഡിഡ് നിങ്ങൾക്ക് അറിയാമായിരുന്നു. യു ഡിഡ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ള അർത്ഥം. ബട്ട് യു ഡിഡ് പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ എനിക്ക് ഇതൊരു വില കൂടിയ രത്നമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. സ്റ്റിൽ എന്നിട്ടും യു ആർഗ്യൂഡ്. അത് അറിയാമായിരുന്നിട്ടും യു ആർഗ്യൂഡ് നിങ്ങൾ തർക്കിച്ചു. ഓവർ 20 റുപ്പീസ് 20 രൂപയുടെ പേരിൽ നിങ്ങൾ തർക്കിച്ചു. അത് വിലയേറിയിട്ടുള്ളത് ആയിരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും വെറും 20 രൂപക്ക് നിങ്ങൾ തർക്കിച്ചു. സോ ആയതിനാൽ ദ റിയൽ ഫൂൾ ശരിയായിട്ടുള്ള വിഡ്ഢി, യഥാർത്ഥത്തിൽ വിഡ്ഢി, ഈസ് യു ഹു ലോസ്റ്റ് എ പ്രഷ്യസ്. അമൂല്യമായിട്ടുള്ള വസ്തു നഷ്ടപ്പെടുത്തിയ നിങ്ങളാണ് വിഡ്ഢി. ഫോർ ജസ്റ്റ് ആ വില കൂടിയ വജ്രം നഷ്ടപ്പെടുത്തി. ഫോർ ജസ്റ്റ് 20 റുപ്പീസ് വെറും 20 രൂപക്ക് അത് നഷ്ടപ്പെടുത്തിയ നിങ്ങളാണ് ഏറ്റവും വലിയ വിഡ്ഢി. ദിസ് സ്റ്റോറി ഈ കഥ ടീച്ചസ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു 3 ഇമ്പോർട്ടൻറ്റ് ലെസൺസ് വളരെ പ്രധാനപ്പെട്ട 3 അധ്യായങ്ങൾ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ബി സ്റ്റിഞ്ചി പിശുക്കനായിരിക്കുക. ഓൺലി വേർ ഇറ്റ്സ് നീഡഡ് എവിടെയാണോ പിശുക്കനായിരിക്കുന്നതിൻ്റെ ആവശ്യമുള്ളത് അവിടെ മാത്രം പിശുക്കനായിരിക്കുക. നീഡഡ് എന്നാൽ അത്യാവശ്യമുള്ള. എവിടെയാണോ പിശുക്കനായിരിക്കുന്നതിൻ്റെ അത്യാവശ്യമുള്ളത് അവിടെ മാത്രം പിശുക്കനായിരിക്കുക. ഇഫ് യു ആർ സ്റ്റിഞ്ചി എവരിവെയർ നിങ്ങൾ എല്ലായിടത്തും പിശുക്കനായിരുന്നാൽ, എവരിവെയർ എന്നാൽ എല്ലായിടത്തും. ഇഫ് യു ആർ സ്റ്റിഞ്ചി എവരിവെയർ എല്ലായിടത്തും നിങ്ങൾ പിശുക്കനായിരുന്നാൽ, യു മേ മിസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. യു മിസ് ഔട്ട് ഓൺ ഗ്രേറ്റ് തിങ്സ് വളരെ മൂല്യമേറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം നിങ്ങൾ എല്ലായിടത്തും പിശുക്കനായാൽ. തിങ്സ് എന്നാൽ വസ്തുക്കൾ, കാര്യങ്ങൾ, ഇതൊക്കെയാണ് അർത്ഥം. ഗ്രേറ്റ് തിങ്സ് മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ, വിലയേറിയ വസ്തുക്കൾ. 2 രണ്ടാമത്തെ കാര്യം, നെവർ മിസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എൻ ഓപ്പർച്യൂണിറ്റി ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സംടൈംസ് ചില സമയങ്ങളിൽ, തിങ്കിങ് യു ആർ സ്മാർട്ട് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ സമർത്ഥനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട്, ടു സ്മാർട്ട് എന്നാൽ വളരെ സമർത്ഥനായ, നിങ്ങൾ വളരെ സമർത്ഥനാണെന്ന് ചിന്തിച്ചുകൊണ്ട്, യു ലെറ്റ് ചാൻസസ് നിങ്ങൾ അനുവദിക്കുന്നു. ചാൻസസ് എന്നാൽ അവസരങ്ങൾ. സ്ലിപ്പ് അവേ എന്നാൽ അകന്നു പോകുക, ശ്രദ്ധിക്കാതെ പോകുക, ഇതൊക്കെയാണ് അർത്ഥം. സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, അത് ശ്രദ്ധിക്കാതെ പോകുന്നു. അത് നിങ്ങൾ വളരെ സ്മാർട്ടാകുമ്പോൾ, നിങ്ങൾ വളരെ സമർത്ഥനാണെന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്ത്, സാഹചര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അത് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു. 3 മൂന്നാമത്തെ കാര്യം, നെവർ ഡിലേ ഒരിക്കലും വൈകിക്കരുത്. യുവർ വർക്ക് നിങ്ങളുടെ ജോലി ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ വൈകരുത്. ദേഴ്സ് ആൻ ഓൾഡ് സേയിങ് ഒരു പഴയ ചൊല്ലുണ്ട്. ഡു ടുമോറോ വർക്ക്സ് ടു ചെയ്യുക, ടുമോറോസ് വർക്ക് നാളത്തെ ജോലി ചെയ്യുക.
ടുഡേ ഇന്ന്, നാളത്തെ ജോലി ഇന്ന് ചെയ്യുക. ആൻഡ് ടുഡേയ്സ് വർക്ക് ഇന്നത്തെ ജോലി. നൗ ഇപ്പോൾ, ഇന്ന് ചെയ്യാനുള്ള ജോലി ഇപ്പോൾ ചെയ്യുക. നാളെ ചെയ്യാനുള്ള ജോലി ഇന്ന് ചെയ്യുക. ഇന്ന് ചെയ്യാനുള്ള ജോലി ഇപ്പോൾ തന്നെ ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇതൊരു പഴഞ്ചൊല്ലാണ്. ദ റൈറ്റ് ടൈം ഈസ് നൗ. ശരിയായിട്ടുള്ള സമയം ഇപ്പോഴാണ്. ഇതാണ് ശരിയായിട്ടുള്ള സമയം, നല്ല സമയം ഇതാണ്. ഇപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇപ്പോൾ ചെയ്യുക.